ഇന്ന് നമ്മൾ MG യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കഴിഞ്ഞ വർഷത്തെ അതായത് 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൽ ഹയർ പർച്ചേസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ ക്ലാസ്സിൽ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് വേറൊരു ടെക്സ്റ്റിൽ നമുക്ക് അല്പം കൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന മാതൃകയിലുള്ള ഒരു പ്രോബ്ലം ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഈ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതോടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മറ്റ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഡിസ്കഷൻ കൂടുതൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളിന്ന് ഈ ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സ് ബോട്ട് എ മെഷീനറി ഓൺ 1st January 2012 അണ്ടർ ദി ഹയർ പർച്ചേസ് സിസ്റ്റം ഫ്രം എലഗൻറ്റ് മെഷീൻ. 20,000 ഈസ് പെയ്ഡ് ഓൺ സൈനിങ് ദ എഗ്രിമെൻറ്റ്. നമുക്കറിയാം ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പോൾ ആദ്യം കൊടുക്കുന്ന എമൗണ്ട് ഡൗൺ പേയ്മെൻ്റ് ആണല്ലേ, അതാണ് 20,000 ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ ബാലൻസ് ഇൻ 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്. പിന്നീട് ബാക്കിയുള്ള എമൗണ്ട് 24,000 രൂപ വെച്ച് 3 തവണയായിട്ട് 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് എന്നാണല്ലേ. അപ്പോൾ 24,000 ആണ് 3 ഇൻസ്റ്റാൾമെൻറ്റും എമൗണ്ടായിട്ട് വരിക. അതിനുശേഷം ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് അറ്റ് 20% പെർ ആനം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ക്യാഷ് പ്രൈസും ഒപ്പം തന്നെ ഇൻട്രസ്റ്റോടും കൂടുന്നതാണ് ഇൻസ്റ്റാൾമെൻ്റ് അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ട് 20% പെർ ആനം എന്ന്. കാൽക്കുലേറ്റ് ദ ക്യാഷ് പ്രൈസ് ഓഫ് ദി മെഷീൻ. നമ്മൾ മെഷീൻ്റെ ക്യാഷ് പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് പ്രൈസും കണ്ടുപിടിക്കാം, ഒപ്പം തന്നെ ടോട്ടൽ ഇൻട്രസ്റ്റും കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് കാൽക്കുലേഷൻസ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കാം. ഈ ഒരു കേസിൽ ക്യാഷ് പ്രൈസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് ഇത്തരത്തിലുള്ളൊരു പ്രോബ്ലം നമ്മൾ ചെയ്തത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ആർ ഗിവൺ ബട്ട് ക്യാഷ് പ്രൈസ് ഈസ് നോട്ട് ഗിവൺ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് തന്നിട്ടുണ്ട്, ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് തന്നിട്ടുണ്ട്, ക്യാഷ് പ്രൈസും തരാത്തപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഒപ്പം തന്നെ ക്യാഷ് പ്രൈസും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചിരുന്നു. അതിന് വർക്ക് ബാക്ക് മെത്തേഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ അല്പം കാൽക്കുലേഷൻ കൂടുതലുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ തന്നെയല്ല ഈ ഒരു ക്വസ്റ്റ്യൻ ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ 8,000 ഡൗൺ പേയ്മെൻറ്റ്, ദെൻ ഇൻസ്റ്റാൾമെൻറ്റ് 4,300, 4,000, ഒപ്പം തന്നെ 7,700 വ്യത്യസ്ത ഇൻസ്റ്റാൾമെൻറ്റുകളായിരുന്നു. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ആ ഒരു പുതിയ മെത്തേഡിൽ പുതിയ രീതിയിൽ നമുക്ക് അല്പം കൂടി ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന അതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു ടേബിൾ ഇതേ രീതിയിൽ തയ്യാറാക്കണം. കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് പ്രൈസ് എന്ന് ഹെഡിങ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഹെഡിങ്ങുകൾ നിങ്ങൾ ഇങ്ങനെ കൊടുത്താൽ മതി. നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ആദ്യം കൊടുക്കുന്നു. വർക്ക് ബാക്ക് മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് 3 ആണ് ആദ്യം എഴുതുക. അതിനുശേഷം ഇൻസ്റ്റാൾമെൻറ്റ് 2, ദെൻ ഇൻസ്റ്റാൾമെൻറ്റ് 1. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത്തരം സാഹചര്യങ്ങളാണ് നമ്മൾ വർക്ക് ബാക്ക് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് 3 ഇൻസ്റ്റാൾമെൻറ്റാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വേണം ആദ്യം എഴുതാൻ. 3, 2, 1. അല്ലാത്ത കേസുകൾ നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ അവിടെ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ആദ്യം എഴുതുന്ന കാര്യം ശ്രദ്ധിക്കുക. then രണ്ടാമത്തെ ഹെഡിങ് ക്ലോസിംഗ് ബാലൻസ് ആണ്. അതായത് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റും അടച്ചു കഴിയുമ്പോൾ അവസാനം ക്ലോസിംഗ് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. then എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് മൂന്നാമത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? 24,000 ആണ്. അത് രണ്ടാമത്തെ വർഷവും ഒന്നാമത്തെ വർഷവും 24,000 ആണ് അല്ലേ, ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. then മറ്റൊരു കോളം ഉള്ളത് ടോട്ടലാണ് അല്ലേ. ടോട്ടൽ എന്ന് പറയുന്നത് ഈ ഒരു ക്ലോസിംഗ് ബാലൻസിൻ്റെ എമൗണ്ടും ആ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റോടും കൂട്ടുന്നതാണ്. അപ്പോൾ മൂന്നാമത്തെ വർഷം നമുക്ക് ക്ലോസിംഗ് ബാലൻസിന് ഇല്ലായതുകൊണ്ട് എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് 24,000 തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. then ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ നമുക്ക് ടോട്ടൽ കിട്ടിയ എമൗണ്ട് എത്രയാണ്? 24,000. അത് ഇൻറ്റു 20/120 എന്ന് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. അതായത് 24,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് അത് ഇൻട്രസ്റ്റോട് ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 24,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ 120 ആയിട്ട് എടുക്കണം. 24,000 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 20 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. 24,000 ഡിവൈഡഡ് ബൈ 120, ഈ 24,000 120 ആണെങ്കിൽ ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് എത്രയാണ് എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമ്മളൊരു കാൽക്കുലേഷൻ ഇവിടെ ഓർത്തിരിക്കേണ്ടതാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 20% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് കോളം കേട്ടോ, ടോട്ടൽ എമൗണ്ട് കോളം ഇൻറ്റു 20/120 ആ രീതിയിൽ നമ്മൾ എടുക്കണം. 10% ആണെങ്കിൽ ടോട്ടൽ എമൗണ്ട് കോളം ഇൻറ്റു 10/110 നമ്മൾ എടുക്കണം. ആ ഒരു കാര്യമാണ് ഇവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത്.
അപ്പോൾ അങ്ങനെ നമ്മൾ 24,000 ഇൻറ്റു 20/120 ചെയ്യുമ്പോൾ നമുക്ക് 4,000 കിട്ടും. ഇതെന്താണ്? ഇത് ഇൻട്രസ്റ്റ് ആണ് അല്ലേ. ഇനി ഓപ്പണിംഗ് ബാലൻസ് അങ്ങനെയായിരുന്നെങ്കിൽ ആ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് എന്തായിരുന്നിരിക്കും? ഈ 24,000-ൽ നിന്ന് ആ വർഷത്തെ ഇൻട്രസ്റ്റ് കുറച്ചിട്ട് 4,000 കുറച്ചിട്ട് ബാക്കി 20,000 ആയിരിക്കും ഓപ്പണിംഗ് ബാലൻസ് അല്ലേ. അപ്പോൾ 20,000 ഓപ്പണിംഗ് ബാലൻസ് ഉള്ളപ്പോൾ അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് കൂട്ടി 24,000 നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നു അല്ലേ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആണ് ലാസ്റ്റ് കോളം. അപ്പോൾ ഈ ഒരു കോളം ഹെഡിങ്സ് ഓർത്തിരിക്കുക. നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്, ക്ലോസിംഗ് ബാലൻസ്, എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്, ടോട്ടൽ, ഇൻട്രസ്റ്റ്, ഓപ്പണിംഗ് ബാലൻസ് അല്ലേ. അപ്പോൾ നിങ്ങളിൽ കുറച്ച് കുട്ടികളെങ്കിലും ഈ രീതിയിലായിരിക്കും പ്രോബ്ലം ചെയ്ത് പഠിച്ചിട്ടുണ്ടാവുക, മറ്റ് മെത്തേഡുകളും. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് എഴുതി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് രണ്ടാമത്തെ വർഷത്തേക്ക് വരുമ്പോൾ ഈ ഓപ്പണിംഗ് ബാലൻസാണ് നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതേണ്ടത് അല്ലേ. ഈ രണ്ടാമത്തെ വർഷത്തെ ക്ലോസിംഗ് ബാലൻസും മൂന്നാമത്തെ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസും ഒന്ന് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ 20,000 നമ്മൾ ഇങ്ങോട്ട് ആദ്യം എടുത്തെഴുതണം. അതിനുശേഷം ആദ്യം അതുപോലെ തന്നെ രണ്ടാമത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ എഴുതുന്നത് 24,000. ഇനി ഇത് നമ്മൾ കൂട്ടണം. 24,000 20,000 കൂട്ടിയിട്ട് ടോട്ടൽ എമൗണ്ടുകളും കണ്ടുപിടിക്കണം. 44,000. ഈ 44,000 വെച്ചുകൊണ്ടാണ് നമ്മളിനി ചെയ്യേണ്ടത്. 44,000 വെച്ചുകൊണ്ട് 44,000 മേലെ ഇൻട്രസ്റ്റ് 44,000 എന്ന് വെച്ചാൽ ഇവിടെ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെയ്ത പോലെ തന്നെ 44,000 ഡിവൈഡ് ബൈ 120 ഇൻറ്റു 20 അല്ലേ. ഇതുപോലെ തന്നെ അല്ലെങ്കിൽ 44,000 ഇൻറ്റു 20/120 രണ്ടും ഒന്ന് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. 7,333 ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ ടോട്ടലിൽ നിന്ന് ഈ 7,333 ആ വർഷത്തെ ഇൻട്രസ്റ്റ് കുറച്ചിട്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കണ്ടുപിടിക്കുന്നു. ഇനി എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഫസ്റ്റ് ഇയറിലെ ക്ലോസിംഗ് ബാലൻസായിട്ട് നമ്മൾ എഴുതുന്നു 36,667. വീണ്ടും എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് എഴുതുന്നു. എന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്ത് ടോട്ടൽ കോളം കണ്ടുപിടിക്കുന്നു. 60,667 ഇൻറ്റു 20/120 ഒന്നാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നു 10,111 അല്ലേ. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ആ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് കിട്ടും. അതായത് 50,556. അതെങ്ങനെയാണ് കിട്ടിയത്? 60,667 മൈനസ് 10,111 50,556. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ ഒരു വർക്ക് ബാക്ക് മെത്തേഡിൽ ചെയ്യുമ്പോൾ ഈ ലാസ്റ്റ് ഒന്നാമത്തെ വർഷം കിട്ടുന്ന ഓപ്പണിംഗ് ബാലൻസ് ഇതാണ് ക്യാഷ് പ്രൈസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ ഇത് പ്ലസ് ഡൗൺ പേയ്മെൻറ്റ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡൗൺ പേയ്മെൻറ്റ് 20,000 അല്ലേ. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ക്യാഷ് പ്രൈസ് ലഭിക്കുക 70,556. അപ്പോൾ നമ്മളിവിടെ ഡൗൺ പേയ്മെൻറ്റ് ഒരിടത്തും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഡൗൺ പേയ്മെൻറ്റ് ഇതിനോട് കൂട്ടാൻ മറന്നു പോകരുത്. ഇത് ഈ കോളം മുഴുവൻ കൂട്ടേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ ആ ഒരു വർഷത്തെ അല്ലേ ഓപ്പണിംഗ് ബാലൻസ് 50,556. അതുമേലൊക്കെ ഇൻട്രസ്റ്റ് കൂട്ടിയാണ് നമ്മളിവിടെ ഇങ്ങനെ മൂന്നാമത്തെ വർഷത്തിലേക്ക് എത്തുക അല്ലേ, എന്നില്ലായി പോകുന്നത്. അപ്പോൾ 50,556 ഡൗൺ ക്യാഷ് പ്രൈസ്. ആ ക്യാഷ് പ്രൈസിൻ്റെ കൂടെ ഡൗൺ പേയ്മെൻറ്റോടെ കൂട്ടുമ്പോൾ 20,000 ഡൗൺ പേയ്മെൻറ്റ് അല്ലേ, അതിനും കൂട്ടുമ്പോഴാണ് ടോട്ടൽ ക്യാഷ് പ്രൈസ് നമുക്ക് ലഭിക്കുക. അപ്പോൾ 70,556 കിട്ടുന്നു. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് കൂടുതൽ കാൽക്കുലേഷൻ ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഇത്രയും കാൽക്കുലേഷൻസ് കാണിച്ചിരുന്നു അല്ലേ. അതിനുശേഷം നമ്മൾ വീണ്ടും സാധാരണ പോലെ ഒന്നാമത്തെ വർഷം രണ്ടാമത്തെ വർഷം അങ്ങനെ ആ രീതിയിൽ നമ്മൾ ചെയ്തു പോയാണ് കണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ നമുക്കിവിടെ ക്യാഷ് പ്രൈസിൻ്റെ ടോട്ടൽ നമുക്ക് എത്ര കിട്ടി? 21,000 കിട്ടി. ഇൻട്രസ്റ്റിൻ്റെ ടോട്ടൽ ഇൻട്രസ്റ്റ് നമുക്ക് 3,000 കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തെ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അതുകൂടി ഒന്ന് നോക്കാം. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങോട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് പ്രൈസ് എഴുതി. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലുള്ള കോളങ്ങൾ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്, ക്ലോസിംഗ് ബാലൻസ്, എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്, ടോട്ടൽ, ഇൻട്രസ്റ്റ്, ഓപ്പണിംഗ് ബാലൻസ് അങ്ങനെ നമ്മൾ ഹെഡിങ്ങുകൾ എഴുതി അല്ലേ. അതിനുശേഷം നമുക്ക് ആദ്യം നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റ് 3 മുതലാണ് തുടങ്ങുന്നത്, 3 to 1 അല്ലേ. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ നില്ലായിട്ട് എടുത്ത് മൂന്നാമത്തെ വർഷം നില്ലാണ്. ഇനി എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് മൂന്നാമത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയായിരുന്നു? 7,700 അറ്റ് ദ എൻഡ് ഓഫ് ദി തേർഡ് ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 7,700 നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് ആദ്യം എഴുതി. ടോട്ടൽ എന്ന് പറയുന്നത് മൂന്നാമത്തെ വർഷം ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് തന്നെയായിരിക്കും. ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ആഡ് ചെയ്യാനില്ല അല്ലേ. അപ്പോൾ 7,700. ഇനി നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. 7,700 ഇൻറ്റു ഇവിടെയും എത്രയായിരുന്നു? 10% ആണല്ലേ. ഇവിടെ 10% ആയിരുന്നു. അപ്പോൾ 7,700 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 110 അല്ലേ, അല്ലെങ്കിൽ 7,700 ഡിവൈഡ് ബൈ 110 ഇൻറ്റു 10. അപ്പോൾ നമുക്ക് 700 എന്ന് കിട്ടും ഇൻട്രസ്റ്റ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എത്രയായിരിക്കും? 7,700 മൈനസ് 700 7,000 ആദ്യത്തെ വർഷത്തെ, അതായത് മൂന്നാമത്തെ വർഷത്തെ അല്ലേ, മൂന്നാമത്തെ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസായിട്ട് കിട്ടുക. ഈ 7,000 നമ്മൾ വീണ്ടും രണ്ടാമത്തെ വർഷത്തെ ക്ലോസിംഗ് ബാലൻസായിട്ട് എടുത്തെഴുതുന്നു. അതിനുശേഷം ആ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ എടുക്കുന്നു അല്ലേ. നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 4,000 ആണല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ 24,000 വെച്ചായിരുന്നു എല്ലാം.
അപ്പോൾ അത് കുഴപ്പമില്ല. ഇവിടെ നമുക്ക് എത്രയാണോ ഇൻസ്റ്റാൾമെൻറ്റ് പറഞ്ഞിരിക്കുന്നത് അതിങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. കാൽക്കുലേഷൻ ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ 4000 നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതുന്നു. എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് 4000. അതിനുശേഷം അത് തമ്മിൽ ആഡ് ചെയ്യുന്നു അല്ലേ. ടോട്ടൽ കണ്ടുപിടിക്കുന്നു 16000. ഇതിൻ്റെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഓർത്തിരുന്നോണം. 16000 ഇൻറ്റു അല്ല, ഇവിടെ 1100 എഴുതിയിരിക്കുന്നത് 11000 കേട്ടോ. 11000 വായിക്കണം. 11000 ഇൻറ്റു 10/110 അല്ലേ. അപ്പോൾ നമുക്ക് 1000 കിട്ടും. അപ്പോൾ 1000 11000 1000 കുറച്ചിട്ട് രണ്ടാമത്തെ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് 10000 കണ്ടുപിടിക്കുന്നു. ഇനി 10000 നമ്മൾ ഒന്നാമത്തെ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് എടുത്തെഴുതുന്നു. ആ വർഷം എത്രയായിരുന്നു? 4300 ആയിരുന്നു അല്ലേ, ഫസ്റ്റ് ഇയറിലെ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ 4300 എഴുതി. 10000 4300 14300 അല്ലേ. അങ്ങനെ 14300 ഇൻറ്റു 10/110 എന്ന് പറയുമ്പോൾ നമുക്ക് 1300 കിട്ടും. അപ്പോൾ ഇതേപോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കേട്ടോ, എഴുതിയിട്ടില്ലെന്നുള്ളൂ. അപ്പോൾ 1300 കിട്ടും. 14300 1300 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 13000 രൂപ കിട്ടും അല്ലേ. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ, അതായത് ഫസ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഈ 13000 എന്ന് പറയുന്നത് ക്യാഷ് പ്രൈസസിൻ്റെ ഭാഗമാണ്. ഒപ്പം തന്നെ 13000 കൂടെ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു 8000 കൂടി നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം അല്ലേ. ഡൗൺ പേയ്മെൻറ്റ് കൂടെ നമുക്ക് ആഡ് ചെയ്യണം. 10000 പ്ലസ് 8000 21000 കിട്ടും അല്ലേ. അത് തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡിൽ, നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോയിൽ നമുക്ക് ക്യാഷ് പ്രൈസിൻ്റെ ടോട്ടൽ കിട്ടിയത് 21000 ആണല്ലേ. ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3000 കിട്ടുന്നുണ്ടല്ലേ. ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ 3000 കിട്ടും. ഇൻട്രസ്റ്റ് നമുക്ക് ഇങ്ങനെ എല്ലാ കോളങ്ങളും ആഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ നമുക്ക് ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കുമ്പോൾ ഒന്നാമത്തെ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണോ അതിൻ്റെ കൂടെ ഡൗൺ പേയ്മെൻറ്റിലൂടെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ടോട്ടൽ ക്യാഷ് പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പ്രോബ്ലംസ് നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാൻ വേണ്ടി മനസ്സിലായി കാണും പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ ഒരു രീതിയാണ്, രണ്ടാമത്തെ മെത്തേഡാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മറ്റു ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നതാണ്. താങ്ക്